ശ്രീമതി കാനത്തിൽ ജമീല. സർ, എൻ്റെ മണ്ഡലത്തിലെ ഇതേ പ്രശ്നം തന്നെയാണ് സർ. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ ഏതാണ്ട് മുഴുവൻ റോഡുകളും കുഴിയെടുത്തിട്ടുള്ളതാണ് സർ. കുഴിയെടുത്ത റോഡുകളൊന്നും തന്നെ റെസ്റ്റോറേഷൻ ഇവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സർ. ഈ ഭാഗങ്ങൾ ഇവർ വാട്ടർ അതോറിറ്റി കുഴിയെടുത്തിട്ടുള്ള ഭാഗം ചെയ്യാത്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് കംപ്ലീറ്റ് റോഡുകളും ഇടിഞ്ഞു പോയിട്ടുണ്ട് സർ. കാൽനട യാത്ര പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ റോഡ് മാറിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റി കുഴിയെടുത്ത ഭാഗം റെസ്റ്റോറേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മെയിൻ്റനൻസ് ഏതെങ്കിലും സാധ്യമാകൂ എന്നുള്ളതാണ് സർ പ്രശ്നം. അതിനാൽ പൂർണ്ണമായും തകർന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനുള്ള കാര്യങ്ങൾ ഉടനടി നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സർ. സർ, ഈ 3 മാസം കൂടുമ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാരെയും അതേപോലെ തന്നെ അതേപോലെയുള്ള ആളുകളെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം തന്നെ വിളിച്ച് അത് പെട്ടെന്ന് തന്നെ നടപടി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ കരാറുകാർ ഇപ്പോഴും പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു സ്ഥിതിയാണ്. പണം കിട്ടിയിട്ടുള്ള ആളുകൾ പോലും അതാത് സമയത്ത് ഇത് നടത്താത്ത റിപ്പയർ ചെയ്യാത്ത ഒരു സ്ഥിതിയാണ് സർ ഇപ്പോൾ നിലവിലുള്ളത്. പൊതുവായൊരു സ്റ്റേറ്റ്മെൻ്റാണ് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിച്ചത്. റോഡുകൾ സ്വാഭാവികമായും ജലജീവൻ മിഷൻ പദ്ധതിയെ ബന്ധപ്പെട്ട് ഗ്രാമീണ റോഡുകളെല്ലാം തന്നെയും ഇപ്പോൾ സമീപകാലത്തായിട്ട് പൊളിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സമയം മുന്നോട്ട് പോകും തോറും കുടിവെള്ളം എത്തിച്ചു കൊടുക്കേണ്ട പണിയും പ്ലാന്റുകളും ടാങ്കുകളുടെ നിർമ്മാണവും പുരോഗമിച്ചു വരുന്നുണ്ട്. എന്നാൽ കാണേണ്ട ഒരു കാര്യം, ഈ പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളിൽ പൈപ്പ് സ്ഥാപിച്ച് വാട്ടർ ടെസ്റ്റ് നടത്തിയാൽ മാത്രമാണ് അത് നമുക്ക് പെർമനൻ്റായി റെസ്റ്റോർ ചെയ്യാൻ കഴിയുക. എന്നാൽ ടെമ്പററി റെസ്റ്റോറേഷൻ എവിടെയെങ്കിലും നടത്താൻ താമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി പരിശോധിക്കാം. അതോടൊപ്പം തന്നെ പൂർണ്ണമായും തീർന്ന സ്ഥലങ്ങളിൽ പെർമനൻ്റായിട്ട് റെസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി തടസ്സങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. ഗ്രാമീണ റോഡുകളിൽ ഉണ്ടായിരിക്കുന്ന വിഷയം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കൽ ഒരാവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മോണിറ്റർ ചെയ്യാൻ സ്വാഭാവികമായിട്ടും എല്ലാ MLAമാർക്കും അത്തരം കാര്യങ്ങൾ ചുമതല നേരത്തെ തന്നെ നൽകിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയിട്ടുണ്ട്, നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു AXയെ ഒരു നിയോജകമണ്ഡലത്തിനുമായി ബന്ധപ്പെട്ട് ഫണ്ടിൻ്റെ തന്നെ ചുമതല നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പോരായ്മകൾ കൃത്യതയോടുകൂടിയാണ്. പിന്നെ ഫണ്ട് കിട്ടുന്നില്ല, അതൊക്കെ പ്രായോഗികമായി എടുക്കുന്ന സമീപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ ശരിയാണെങ്കിലും ഗവൺമെൻറ് അഷ്വറാണ് ആ ഫണ്ട് കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ചയില്ല. സ്വാഭാവികമായും അതിനാവശ്യമായ നടപടിക്രമങ്ങൾ തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അടിയന്തരമായി ഈ കാര്യങ്ങൾ എവിടെയെങ്കിലും പൂർണ്ണമായും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുത്ത് ആ വർക്കുകൾ ചെയ്യിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുക.